ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. ഇപ്പോൾ ഏകദേശം ഒരു 6:15 ഇവിടെ ഇപ്പോൾ നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഫാൻ യൂസ് ചെയ്ത് കിടക്കുന്നത്. ഈ ഒരു ഫേസ് വാഷ് അത്യാവശ്യം നല്ലൊരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഈ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം രാവിലെ നല്ല വെയിലുണ്ട്, പക്ഷേ ചെറിയൊരു തണുപ്പുമുണ്ട്. എന്നാൽ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ചൂടാകും. ഇപ്പോൾ യൂറോപ്പിലെ പല ഭാഗങ്ങളിലും ഹീറ്റ് വേവ് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് താപനില ഇത്രയും കൂടുന്നത്. ഇപ്പോൾ രാവിലത്തെ ചായയാണ് ഞാൻ ഇടുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാനൊരു ചീസ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുമാത്രമല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇത് കഴിച്ചാൽ കുറേ നേരം വരെ വിശക്കത്തില്ല, വയറും നന്നായി ഫുള്ളാകും. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 8 മണിക്കാണ്. ഇപ്പൊ അജായിക്ക സൈറൂനെ കിൻഡർ ഗാർഡനിലേക്ക് ആക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഈ ഒരു തുളസി ചെടി വേറൊരു പോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന സെയിം പോട്ടിൽ തന്നെയാണ് ഈ ഒരു തുളസി ചെടി നിൽക്കുന്നത്. ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ വെള്ളം ഒഴിച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് ഫുള്ള് വാടി തിളന്നാണ് നിൽക്കുന്നത്. ഈ ഒരു കുക്കു ക്ലോക്ക് ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണേ. അപ്പൊ ഇതിന് മുന്നേ വെച്ചിരുന്ന ക്ലോക്ക് ഇതായിരുന്നു. ഇതപ്പോൾ അവിടെ വെറുതെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാനിതിവിടെ ഇപ്പോൾ ഒരു ആണി അടിച്ച് ഇതിപ്പോ ഈ ഒരു ഭിത്തിയിൽ വെക്കുവാണ്. ഇത് ചെറിയൊരു ടേബിൾ ആണ്. ബെഡിലോ സോഫയിലോ ഇരിക്കുമ്പോൾ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനും പിന്നെ ചിലപ്പം സ്നാക്സ് ഒക്കെ കഴിക്കാനുമാണ് ഞങ്ങൾ സാധാരണ ഇത് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ സൈറു ഫുഡ് കഴിക്കുന്ന ടൈമിലും ഞാൻ ഈ ഒരു ടേബിൾ അവൾക്ക് വെച്ച് കൊടുക്കാറുണ്ട്. അവള് താഴെ ഇരുന്നൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഈ ഒരു ടേബിളിൽ വെച്ചാണ് അവള് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇന്നപ്പം ചെമ്മീൻ തീയലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെയും കാണിച്ചു തരാം. ഇതിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയ ചെമ്മീനാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്താണ് കേട്ടോ അത് കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ആദ്യം തേങ്ങ നന്നായി വറുത്തെടുക്കുവാണ്. തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ചേർക്കും. കൂടെ ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് വറുത്തതിന് ശേഷം ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഉലുവ, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം.
ആ ഒരു ചെമ്മീൻ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരച്ചു വെച്ച ഒരു അരപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അജയ്ക്ക് ഇപ്പം ചിക്കൻ സൂപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ നമ്മുടെ ചെമ്മീൻ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, സൂപ്പും റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇനി രാത്രിയിലത്തേക്കുള്ള ഡിന്നറിന് ചോളപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചോളപ്പൊടി ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ആദ്യം ഇതൊന്ന് ചെറുതായി ചൂടാക്കണം. അതിനുശേഷം സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ തന്നെ സോൾട്ടും വാട്ടറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നോർമൽ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ആവിയിൽ വേവിച്ച് ഉണ്ടാക്കാം. ഇത് ചെറിയ കോൺ ഐസ്ക്രീം ആണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ വാങ്ങിയതാണ് ഇത്. സൈറു ഇപ്പൊ കിൻഡർ ഗാർഡനിൽ നിന്ന് വന്നിട്ടുണ്ട്. അവള് കിൻഡർ ഗാർഡനിൽ നിന്ന് വരുമ്പോഴൊക്കെ വാപ്പിക്കും ഉമ്മിക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ വരച്ചോണ്ട് വരാറുണ്ട്. ഇന്നപ്പോ എന്താ വരച്ചേക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് മോൾ ഇന്ന് വരച്ചോണ്ട് വന്നത്. ഇനിയിപ്പോ ഈവനിങ് കഴിക്കാനായിട്ട് ഞാൻ അച്ചപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ അത് ഫ്ലോപ്പായി പോയി. ഇപ്പൊ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം രാത്രിയിലത്തേക്കുള്ള ഡിന്നർ കഴിക്കാൻ പോവാണ്. ചോളപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചെമ്മീൻ തീയലുണ്ട്, പിന്നെ ചിക്കൻ നഗറ്റ്സും ആണ് ഫ്രൈ ചെയ്തെടുത്തത്. നമ്മുടെ സാധാ അരിപ്പുട്ടൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാല്. അപ്പൊ ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ. ഇപ്പൊ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. എന്നിട്ടും പുറത്തൊക്കെ ഇപ്പൊ നല്ല വെളിച്ചമുണ്ട്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.